എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് വാട്സാപ്പിലും അതുപോലെ പേഴ്സണലായിട്ട് വിളിച്ചു നോക്കി നേരിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയാം. നമ്മുടെ ചെരുപ്പ് വീടിൻ്റെ ഏത് ഭാഗത്ത് വെക്കാം? അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒന്ന് രണ്ട് പേരെ സംശയമാണല്ലോ, അപ്പോൾ നമുക്കതൊന്നൊരു വീഡിയോ പോലെ അങ്ങ് ചെയ്യാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജാതകമൊക്കെ പരിശോധിച്ച് ദശാസന്ധികളനുസരിച്ച് വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭ്യർത്ഥിക്കണം. ഫ്രീ ആയിട്ട് നോക്കാനായിട്ട് താഴെ നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഇതിനകത്തേക്ക് വരിക, മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുത്ത് 11 ലൈവിലേക്ക് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സമയം പോലെ ഞാനത് പറഞ്ഞു തരുന്നതാണ്, ജാതകം നോക്കി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദശാസന്ധി അനുസരിച്ച് വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വത്തിൽ ഐശ്വര്യം അഭ്യർത്ഥിക്കണം. ഫ്രീ ആയിട്ടാണ് നോക്കുന്നത്. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ 500 മുതൽ 1000 രൂപ 1500 രൂപ വരെ കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ 11 മണിക്ക് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിലേക്ക് വരികയാണെങ്കിൽ 1-2 പേരുണ്ടാവും. നമുക്ക് കുറേ നേരം സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലാണെങ്കിൽ നിങ്ങൾ 1-2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടും അപ്പോൾ ഈ ലൈവിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് വരിക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വീടിൻ്റെ ഏത് ഭാഗത്ത് ചെരുപ്പ് വെക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വാതിലിന് വീടിൻ്റെ വാസ്തുദോഷപരമായിട്ടൊക്കെ ഒരുപാട് ദോഷങ്ങളുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നോക്കുന്നവർക്കല്ലാണ്ട് നോക്കാത്തവർക്ക് ഒന്നും വലിയ ബാധകമല്ല, അത് വിട്ടേക്കുക. വിശ്വാസമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. ഓക്കെ. അപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ദുഃഖമാണ്, ദരിദ്രമാണ്, ദുരിതമൊക്കെയാണ്. അപ്പോൾ എന്താണ് കാരണം? അപ്പോൾ 1-2 പേരെ പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുകയുണ്ടായി വീടിൻ്റെ വീട് പോയി നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം പ്രധാന വാതിലിൽ നേരെ ചെരുപ്പ് എടുക്കുന്നു. ഓക്കെ. പിന്നെ ഇതൊക്കെ അവരുള്ളൊരു അസുഖത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമാണ്. നമ്മൾ വീട്ടിലേക്ക് ഒരു ദേവത വരുന്നത് അല്ലെങ്കിൽ ഒരു ദേവൻ വരുന്ന പ്രധാന വാതിലൂടെ, ഒരു അതിഥി വരുന്നത് പ്രധാന വാതിലൂടെ. ആ പ്രധാന വാതിലിന് മുമ്പിൽ ചെരുപ്പ് കിടന്നു. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്ന് നമ്മളെപ്പോഴും നടത്തുന്ന മണ്ണുണ്ടാവും, ചെളി ഉണ്ടാവും, പശുവിൻ്റെ ചാണകം ഉണ്ടാവും, ഇതൊക്കെ അതിനകത്ത് അഴുക്കുണ്ടാവും. അതിനൊരു ശുദ്ധമില്ല. എത്ര കഴുകിയാലും ചെരുപ്പ് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വെക്കാൻ പാടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അടുക്കളയിൽ ഒരിക്കലും ചെരുപ്പിടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈശാന കോണിൽ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലയിൽ ഒരിക്കലും നമ്മൾ ചെരുപ്പിടാനായിട്ട് പാടില്ല, വെക്കാനായിട്ട് പാടില്ല വീടിൻ്റെ. അതുപോലെ തന്നെ എല്ലാവരും വീടുകളിൽ കാണുന്ന ഒരു പ്രധാന ഒരു സംഭവമാണ് വീടിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിൽ കൊണ്ടുവെക്കുന്നത്. അതൊരു വിധത്തിൽ തെറ്റാണ്. ഇപ്പോൾ അതും വാസ്തുപ്രകാരമായിട്ട് തെറ്റായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ വിളക്ക് വെക്കണതിൻ്റെ ഫ്രണ്ടിലിടും. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു വീട്ടിൽ ചോദിച്ചാൽ പറയാണ്, ഞാൻ അത് പുറത്തേക്കൊന്നും ഇടാറില്ല, അകത്തിടുന്ന ചെരുപ്പാണെങ്കിലും പുറത്തിടുന്ന ചെരുപ്പാണെങ്കിലും ചെരുപ്പാണ്, അശുദ്ധിയാണ്. മനസ്സിലായോ? അപ്പോൾ അതിനെ നമ്മൾ അശുദ്ധമായിട്ട് തന്നെ കാണുക. അപ്പോൾ അതിനെ അവിടെ മാറ്റി വെക്കുക. നമ്മൾ ഇത് വെക്കാൻ പാടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത പറയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സർവ്വത്തിൽ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം ഈ ഈശാന കോണിലാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഈശാന വടക്കിഴക്ക് മൂലയ്ക്കാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അവിടെ നിന്ന് പ്രധാനപ്പെട്ട ദേവന്മാരുടെ ഒരു സഞ്ചാരപാത, ഒരു ദേവൻ്റെ ഒരു ഐശ്വര്യമുള്ള ഈശാനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വസിക്കുന്നതാണ്. അവിടെ കൊണ്ടുവന്ന് ചെരുപ്പ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, രോഗങ്ങൾ, ദുരിതങ്ങൾ, ആപത്തുകളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പോയി പലരിടത്തും പറഞ്ഞ് അവർക്ക് മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് പിടിപിടിയെന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയും കൂടെ പോയി അല്ലെങ്കിൽ ഇന്നും കൂടെ ഒക്കെ പോയിട്ട് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയണതെന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രേതായിട്ട് പറയണത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചാനലിൽ വെച്ച് അങ്ങനെ ദുരിതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുക്കളയിൽ വെക്കാൻ പാടില്ല. ഇനിയിപ്പോൾ എവിടെയൊക്കെ വെക്കാം തിരുമേനിന്നാണ് അടുത്ത ചോദ്യം. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, അപ്പോൾ തിരുമേനി നമുക്ക് ചെരുപ്പ് എവിടെയൊക്കെ വെക്കാം? അപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേ അപ്പോൾ ശരിക്കും പറഞ്ഞൊരു പൊട്ടത്തരമായിട്ടാണ് അവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കും ഒരു പൊട്ടത്തരമായിട്ട് തോന്നുള്ളൂ. പക്ഷേ എന്നാലും ഇതൊക്കെ വാസ്തുപ്രകാരം ഒരു കണക്കും കാര്യങ്ങളും നമുക്ക് ദുരിതം വരാനുള്ള ചെറിയ പ്ലസ് പോസിറ്റീവ്, അപ്പം ചെറിയ കാര്യങ്ങളാണ്. അപ്പം ഈ പോസിറ്റീവ് നെഗറ്റീവ്, ഈ നെഗറ്റീവാണ് ചെരുപ്പിൽ നിന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ ചെരുപ്പ് ഉപയോഗിക്കുക, പൊട്ടിയ ചെരുപ്പുകളൊക്കെ ഒന്നുകൂടി ഇടുക, ഇതൊക്കെ ദുരിതങ്ങൾ തന്നെയാണ്, വാസ്തുപ്രകാരം തെറ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റുക നിങ്ങൾ. ഓക്കെ. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മാറ്റുക ചെരുപ്പൊക്കെ. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ എവിടെ ഇടാം?
അപ്പോൾ 4 ദിക്കുണ്ട്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഇത്തരം ദിക്കിലേക്ക് നമുക്ക് ചെരുപ്പുകൾ ഇടാം. അപ്പോൾ ഏതൊക്കെ ദിക്കിലേക്കുള്ള വീടുകളാണെങ്കിൽ എവിടേക്കൊക്കെ ചെരുപ്പിടാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം വരില്ല. അപ്പം നമ്മൾ കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനമെങ്കിൽ പുറത്തുനിന്ന് കയറുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ചെരുപ്പ് വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വീടിൻ്റെ പുറത്തെ കുറച്ചും കൂടി നീക്കിയിട്ട് കാണാത്ത രീതിയിൽ വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇടത് ഭാഗത്ത്. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞോട്ടാണ് വീട് ദർശനമെങ്കിൽ മുന്നിൽ നിന്ന് കയറുമ്പോൾ കയറുന്ന വാതിലിൻ്റെ ഇടതുവശത്ത് തന്നെ വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ തെക്ക് വടക്ക് ഇവിടേക്ക് കയറുമ്പോൾ വീടിൻ്റെ വലതുവശത്താണ് വെക്കേണ്ടത് കയറാൻ നേരത്ത്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇവിടേക്കാണ് ഇത് വെച്ചാലാണ് കാര്യമുള്ളൂ. അകത്ത് വെക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ദിക്കിൻ്റെയൊക്കെ അകത്ത് വെക്കണമെങ്കിൽ ഈശാനകോണും പൂജാമുറി അതുപോലെ തന്നെ അടുക്കളയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മൂലയ്ക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം ഇത് ഒരു ഇത് പറഞ്ഞത് ഒന്നുമല്ല, പക്ഷെ എന്നാലും ചിലവർക്കൊക്കെ ചില സമയത്തിൻ്റെയൊക്കെ മോശമനുസരിച്ച് അപ്പോൾ ചാഞ്ഞെടുക്കണം മരത്തിൽ കയറാൻ വരുന്നതാണെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാരണം കൊണ്ടാണ് ഇത് പറയാൻ കാരണം. 1-2 പേർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് വന്നു, അവരത് ക്ലിയർ ചെയ്തപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം എല്ലാവർക്കും തമാശയായിട്ട് തോന്നുന്നത്, തമാശയല്ല, സീരിയസ് ആയിട്ട് ഇത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് പരീക്ഷ നോക്കൂ, ദുരിതങ്ങളൊക്കെ മാറും, സാമ്പത്തിക ദുരിതങ്ങൾ മാറും, കുട്ടികളെ പഠിക്കാനുള്ള അതിൻ്റെയൊക്കെ ദോഷങ്ങളൊക്കെ മാറും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നമസ്തേ.